ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. ഈ വീഡിയോ നമ്മുടെ തൃശ്ശൂർ നടത്തണല്ലോ NH വെറും 2.5 കിലോമീറ്റർ ദൂരമുള്ള കേട്ടോ, അത്ര അടുത്താന്ന് പറയാം. അതുപോലെ വീടിൻ്റെ രണ്ട് സൈഡും നമുക്ക് കാണാം. ഈ ഒരു സൈഡ് കണ്ട വീതി കൂടിയ കോൺക്രീറ്റ് റോഡാണ്. അതുപോലെ ഈ ഒരു സൈഡും അതെ, എത്ര വലിയ വാഹനങ്ങളായി ആയാലും കയറി വരും കേട്ടോ. ലോറി ടിപ്പറൊക്കെ കയറി വരാനുള്ള സ്പേസ് എന്ന് പറയാം. അത്രയും വലിയ റോഡാണ്. ഒരു ബസ് റൂട്ടിൽ നിന്ന് വരും നമുക്ക് കാണാം, ഒരു 1/2 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ ഒരു കാർ പോർച്ച്, നമ്മുടെ ഓപ്പൺ പോർച്ചാണ്. നമുക്കവിടെ വലിയ വാഹനമൊക്കെ ഈ ഭാഗത്തും, അതുപോലെ ചെറിയ വാഹനമൊക്കെ നമുക്ക് ഈ ഭാഗത്തും കയറ്റി എടുത്താട്ടാ. എല്ലാ വർക്കും ഓൾറെഡി സെറ്റാണ് പറയാം. ഇനി വേറെ ബാലൻസ് വർക്കുകളൊന്നുമില്ല വീട്ടിൽ. ഒരു ഓപ്പൺ സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 5 സെൻറ്റ് സ്ഥലത്തെ 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാട്ടാ ഈ വീടിൻ്റെ നിർമ്മാണം. ഡബിൾ പാളി തേക്ക് വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണ് കണ്ട. ഒരു മാർബിൾ ഡിസൈനിലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത് പറയാം. ഈ ഒരു സൈഡിൽ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. മുകൾ വശത്ത് ഫുൾ ലെങ്ത്തിൽ ഹോൾസെയിലിംഗ് വർക്ക്, BLDCയുടെ ഫാന്, പ്രൊഫൈൽ വർക്കുകൾ, LED ബൾബ് എല്ലാം കളർഫുള്ളാക്കിയെന്ന് പറയാം. അതുപോലെ അടിപൊളി ഒരു മൾട്ടിപ്പിൾ ഒരു TV യൂണിറ്റ്, പ്രൊഫൈൽ വർക്കും ലൂവർ വർക്കൊക്കെ ചെയ്തിട്ടേ ഇപ്പോഴത്തെ ട്രെൻഡ് മോഡൽ വീടാന്ന് പറയാം. ഈ ഒരു സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതേ മാച്ചിങ് ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് പറയാം. ആ വീതി കൂടി ടൈലേ ധാരാളം വെളിച്ചം കയറാവുന്ന വിധത്തിലുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് ബൾബും BLDCയുടെ ഫാനും ഇവിടെയും ചെയ്തിട്ടുണ്ട്. ഹോൾസെയിലിംഗ് വർക്ക് ചെയ്തിട്ടേ. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ അപ്പോക്സി ചെയ്തിട്ട് വാൾട്ടയിൽ കൊടുത്തിട്ടുണ്ടാ. ബ്ലൂ ആൻഡ് വൈറ്റ് ഷേഡിലേ എല്ലാ വർക്കും ഓൾറെഡി സെറ്റാന്ന് പറയാം. ഒരു അടിപൊളി മൾട്ടിപ്പിൾ ഒരു ആർച്ചോടുകൂടി നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു. അതേ മാച്ചിൻ്റെ തന്നെ അപ്പോക്സിലൂടെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു കോട്ടിയാട് കണ്ട നേരെ അറ്റത്ത് ഗ്രാനൈറ്റൊക്കെ ചെയ്തിട്ട് ടെക്സ്ചർ വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെ കളർഫുള്ളാക്കിയെന്ന് പറയാം. ഡൈനിങ് ഹാളും ഹോൾസെയിലിംഗ് വർക്കും LED ബൾബൊക്കെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. വാഷേരിയാണ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഡൈനിങ് ഹാളിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ അതേ മാറ്റീരിയൽ തന്നെയാണ് ഇവിടെയും കൊണ്ടുവന്നതാണ്. വെളിച്ചം കയറാവുന്ന രീതിയിലുള്ള വിൻഡോസും കൊടുത്തിട്ടുണ്ട്. BLDCയുടെ ഫാനും ഹോൾസെയിലിംഗ് വർക്കും നല്ല അടിപൊളി കളർഫുള്ളാക്കിയിട്ടുണ്ടെന്ന് പറയാം. വാൾഡ്രോബ്സ് ഡ്രസ് യൂണിറ്റോട് കൂടി കേട്ടോ 3 ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും അതാ വീതി കൂട്ടി ടൈൽ തന്നെ കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോക്സി ചെയ്തിട്ട് അവിടെ ഹീറ്ററിനുള്ള പോയിൻറ്റും എക്സോസ്റ്റും എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ടെന്ന് പറയാം. അവിടെ 3 ബെഡ്റൂമും AC പോയിൻറ്റും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി പിന്നീട് ഒരു കുത്തി പൊളിച്ച് വർക്കുകൾ ചെയ്യേണ്ട ആവശ്യമില്ല. അടിപൊളി ഒരു ഓപ്പൺ കിച്ചനാണ് കേട്ടോ. നമുക്ക് കാണാം ഫുൾ ഊവർ വർക്കൊക്കെ ചെയ്തിട്ടേ ഹാങ്ങിങ് ബൾബും LED ബൾബൊക്കെ കൊടുത്തിട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. അതേ കളർഫുൾ ടൈൽ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത് കേട്ടോ. അടിയിൽ മുകൾ വശത്തൊക്കെ ധാരാളം കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ലെങ്ത്തിൽ തന്നെ മുകൾ വശത്ത് വരെ ചെയ്തിട്ടുണ്ട്. ചിമ്മിനി ഹോപ്പൊക്കെ ഓൾറെഡി സെറ്റാണ്. ഇവിടെയും BLDCയുടെ ഫാനൊന്നും കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റ് മുകളിൽ ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. സൈഡുകളിലൊക്കെ വാൾ ടൈൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നീളം വീതി കൂടിയ ടൈൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് ബൾബൊക്കെ ചെയ്തിട്ട് കിച്ചൺ സൂപ്പറാക്കിയെന്ന് പറയാം. കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്ത് കിടക്കുന്ന ഭാഗം ഇവിടെ ഒരു വുഡ് തേക്ക് വുഡ് ഡിസൈൻ കൊടുത്താണ് ടൈലേ. സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലുള്ള പൈപ്പ് ലൈനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ബേബി മെറ്റലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വല്ല ചെടികളൊക്കെ തടഞ്ഞെങ്കിൽ അത് മാറ്റിയാൽ നടാവുന്നുള്ളൂ. ഓപ്പൺ വെല്ല കേട്ടോ. ധാരാളം വെള്ളം കിട്ടുന്ന ഏരിയ നമുക്ക് കാണാം. മുകൾ വശത്ത് തന്നെ വെള്ളം കയറിയിട്ട് നിൽക്കുന്നുണ്ടാവും. അവിടെ എത്ര വലിയ വേനൽക്കാലം വന്ന വെള്ളം പറ്റൂല. അത്ര നല്ല സൂപ്പർ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 5 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ കേട്ടോ. വില നമുക്ക് സൈറ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ. മുകൾ വശത്തെ ഹാളാട്ടാ. ഇവിടെയും സെക്കൻഡ് TV യൂണിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ മുകൾ വശത്തും കളർഫുള്ളായിട്ടുള്ള ഒരു ഹോൾസെയിലിംഗ് വർക്കും BLDCയുടെ ഫാനും എല്ലാം ചെയ്തിട്ടെന്ന് പറയാം. മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ. മുകളിലത്തെ നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് മുകളിൽ കിട്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ വിൻഡോസുകളും കൊടുത്തിട്ടുണ്ട്. കളർഫുള്ളായിട്ട് ഹോൾസെയിലിംഗ് വർക്കും LED എല്ലാം സെറ്റാന്ന് പറയാം. അതുപോലെ വാൾഡ്രോബ് കളർ ഡ്രസ് യൂണിറ്റോട് കൂടി കൊടുത്തേ. 3 ബെഡ്റൂം അറ്റാച്ചഡാണ്. അതുപോലെ എല്ലാ വിഭാഗം ആളുകളുടെ ആരാധനാലയങ്ങളൊക്കെ ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ചുറ്റളവിലുണ്ട് കേട്ടോ. ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എല്ലാ വിഭാഗം ആളുകളുടെ ഉണ്ട്. അതുപോലെ സ്കൂളുകളായാലും കേട്ടോ. തൊട്ടടുത്ത് നമ്മുടെ ഡോൺ ബോസ്കോ സ്കൂളുണ്ട്. ഇവിടെ ഹോളി ഫാമിലി സ്കൂളുണ്ട്. ഭാഗ്യവിദ്യാഭവൻ സ്കൂളുണ്ട്. എല്ലാ സ്കൂളും തൊട്ടടുത്താണ്. അതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താട്ടാ. എത്ര പ്രളയത്തിലും വെള്ളം കയറാത്തൊരു ഏരിയ. അത് നമുക്ക് അടുത്തൊക്കെ ധാരാളം വീടുകളുണ്ട്. നമുക്കിവിടെ എൻക്വയറി ചെയ്ത് അറിയാവുന്നുള്ളത് ധാരാളം വീടുകളുണ്ട്. ബസ് റൂട്ടിൽ നമുക്ക് കാണാം. അത്ര അടുത്താന്ന് പറയാം. ഒരിക്കലും വെള്ളം കയറാത്ത ഒരു പ്രത്യേക ഏരിയയിലാണ് ചെയ്തത്. വഴിയിലെ ലോറികൾ വണ്ടികളൊക്കെ പോകണം നമുക്ക് കാണാമെന്ന് പറയാം. അവിടെ ലോൺ ആവശ്യമെങ്കിലേ വിവിധ തരം ബാങ്കുകളുടെ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും കേട്ടോ. ബാക്ക് സൈഡിൽ ഓപ്പൺ ടെറസാണ്. വാഷിംഗ് മെഷീനുള്ള പോയിൻ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഈ സൈഡിൽ ഒതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. അടുത്ത വീടിൻ്റെ വീഡിയോസ് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.